നീ എന്നെ പ്രാർത്ഥിപ്പിക്കണേ, പഠിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. അപ്പോൾ കർത്താവ് ഉദാഹരണമായിട്ട് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഉദാഹരണത്താൽ കാണിച്ചു കൊടുക്കുവാനിടയായി. അപ്പം ആ പ്രാർത്ഥന അന്ന് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് മാതൃകാ പ്രാർത്ഥന ഇന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനയായി തരത്തില്ല. അത് നമ്മൾ കർത്താവോട് പറഞ്ഞു, കർത്താവേ നിന്റെ ശിഷ്യന്മാർക്ക് നീ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന എന്നോട് പറയണം, പരിശുദ്ധാത്മാ നീ എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കണം. തീർച്ചയായിട്ടും ദൈവം നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കും. അവണ്ണം തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അവണ്ണം തന്നെ ദൈവജനം പറയുന്നു, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമുക്ക് വേണ്ടി ആരാണ്? ആത്മാവ് പക്ഷപാതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും നമുക്ക് ഇടിവി നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ചിലപ്പം പ്രാർത്ഥിക്കും. Who knows? 1 Corinthians chapter 2 verses 11 വായിക്കുന്നു. Who knows your heart? Who knows your better heart? മനുഷ്യനുള്ളത് അവനുള്ള മാനുഷികാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിനുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ഭയങ്കര ഡീപ്പായിട്ട് ഉള്ള കാര്യമാണ് പ്രാർത്ഥന, പരിശുദ്ധാത്മാവ്. To the Holy Spirit calling upon every time, every day. എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കേൾക്കണം. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവരെന്നെ അനുഗമിക്കുന്നു. അപ്പം ആ ശബ്ദം നമ്മൾ കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. To know how Holy Spirit calling upon every time, every day. 1 Corinthians chapter 2 verses 13. അത് ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയമാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. Which things also we speak in the word, which means wisdom teaches, but which the Holy Ghost comparing spiritual things with spiritual. ഒന്ന്, without the Holy Spirit, Christian life is fail. ക്രിസ്ത്യൻ ലൈഫ് വിജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന ആവശ്യമാണ്. രണ്ട്, without Holy Spirit you cannot walk with Jesus. യേശുക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവില്ലാതെ. Without Holy Spirit you cannot walk with Jesus. മൂന്ന്, without Holy Spirit you cannot hear God's voices. This is important കേട്ടോ. എല്ലാ ക്രിസ്ത്യാനികൾക്കും എല്ലാ ബോൺ അഗൈൻ പീപ്പിൾക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് എല്ലാവരും കേൾക്കും കേട്ടോ. പിതാക്കന്മാർ കേട്ടു, വചനത്തിൽ പറയുന്നു, പലരും കേട്ടു, അപ്പോസ്തലന്മാരെല്ലാം കേട്ടു. ഇപ്പോൾ എന്താണ്? നമ്മളും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിരിക്കണം. 1997 ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാണ് ഞാൻ രൂപാന്തരപ്പെട്ടത്. യേശു പറഞ്ഞു, കുരുട്ടനുകളെ തുറപ്പാൻ, വിധന്മാരെ, കുണ്ടറിൽ കിടക്കുന്നവർ, അന്ധകാരത്തിൽ കിടക്കുന്നവർ, കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ വിടിച്ചെടുപ്പാൻ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ആ ശബ്ദം എന്നും ഞാൻ കേൾക്കും. ആ ഒരു വാക്യം മാത്രമല്ല, അതിനുശേഷം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തോട് സംസാരിച്ചിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടാവണം. ദൈവം നമ്മളോട് സംസാരിക്കും, നമ്മളോട് ഇടപെടും. ഒരിക്കൽ ബില്ലി ഗ്രഹാം റഷ്യയിൽ ശുശ്രൂഷിക്കുവാൻ പോകുമ്പോൾ അദ്ദേഹം തൻ്റെ ഹോട്ടലിൽ താമസിച്ചിട്ട് രാവിലെ ഒരു റഷ്യക്കാരനായ ഡ്രൈവർ തൻ്റെ അരികെ വന്നു. അദ്ദേഹത്തിനെ പിക്ക് ചെയ്തു. കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഈ റഷ്യക്കാരൻ, ദൈവമില്ലാത്ത ഈ മനുഷ്യൻ ബില്ലി ഗ്രഹാമിനോട് ചോദിച്ചു, ദൈവം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അതെങ്ങനെ മനസ്സിലാക്കാം? ബില്ലി ഗ്രഹാം പറഞ്ഞു, ദൈവമുണ്ട്. ഇന്ന് രാവിലെയും ദൈവത്തോട് സംസാരിച്ചു. ദൈവമുണ്ട് നമ്മൾ പറഞ്ഞാൽ പോരാ, ആ ദൈവത്തിൽ നിന്നൊരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവണം. ദൈവം നമ്മൾ സംസാരിക്കും. ഞാൻ ഈ വചനം പറയുന്നതിന് അരമണിക്കൂർ മുന്നേ ദൈവനോട് സംസാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വചനം എടുത്തിരിക്കുന്നത് നിങ്ങളോട്. ചില ദിവസങ്ങളാണ് ഈ വചനം എന്നോട് സംസാരിക്കുന്നു, ഇത് ഷെയർ ചെയ്യണം, നിങ്ങളോട് ഷെയർ ചെയ്യണം. അതിനാണ് ഞാൻ വചനം എടുത്തിരിക്കുന്നത്. ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ കിടക്കുമ്പോൾ
ഞാൻ ഫാസ്റ്റിങ്ങിലാണ്, ഞാൻ കിടക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് എന്താണ് സംസാരിക്കുവാനിടയിൽ. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇതെടുക്കുന്നത്. എന്ന് ഞാൻ പിതാവിനോട് ചോദിച്ചു. യേശു തന്നെ പറഞ്ഞു. എന്നാൽ യോഹന്നാൻ സുവിശേഷം 16 യേശു പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. Glory to God. And I will pray the Father, and he shall give you another comforter, that he may abide with you forever. എത്ര വലിയ വാഗ്ദത്തമാണ് യേശു നമുക്ക് തന്നത്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന് മുഴുവൻ അന്ത്യത്തോളം അവൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആത്മാവാണ്. നമ്മുടെ കൂടെ നടക്കും, നമ്മുടെ കൂടെ കിടക്കും, നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കും. മീൻസ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. നമ്മൾ കിച്ചണിലായിരിക്കുമ്പോൾ, നമ്മൾ കുളിക്കുമ്പോൾ, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ, നമ്മൾ ബെഡ്റൂമിലായിരിക്കുമ്പോൾ, നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ആ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിക്കണം. വാട്ട് ഈസ് ലുക്ക് ലൈക്ക് ഹോളി സ്പിരിറ്റ്? പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. എന്താണ് ഹോളി സ്പിരിറ്റ്? എങ്ങനെ ഇരിക്കും? വാട്ട് ഈസ് ലുക്ക് ലൈക്ക് ഹോളി സ്പിരിറ്റ്? വാട്ടർ, ഫയർ, ഡൗ, അങ്ങനെ പല എക്സാമ്പിളുകൾ സ്വത്രം പലരും പറയാറുണ്ട്. പലരും സ്വത്രം പലരത്തോട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം. ദ ഹോളി സ്പിരിറ്റ് ലുക്ക് ലൈക്ക് ജീസസ്. വാട്ട് ഈസ് ലുക്ക് ലൈക്ക് ഫാദർ? അപ്പാപിതാവെ നമ്മൾ വിളിക്കും. പുത്രത്തിന്റെ ആത്മാവുള്ളപ്പോൾ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്പാപിതാവ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് ലുക്ക് ലൈക്ക് ഫാദർ? ലുക്ക് ലൈക്ക് ജീസസ്. ആൻസർ ഈസ് ലുക്ക് ലൈക്ക് ജീസസ്. ജീസസ് ഇസ് എ റിവലേഷൻ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വെളിപ്പാടാണ്, ദൈവത്തിന്റെ റിവലേഷനാണ് ജീസസ്. ജീസസ് എ റിവലേഷൻ ഓഫ് ഗാഡ്. ജീസസ് ഇസ് എക്സ്പ്രസ്. അത് ദൈവത്തിനെ എന്താണ് ജീസസ് എക്സ്പ്രസ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ഹോളി സ്പിരിറ്റ് ലൈക്ക്? ഹോളി സ്പിരിറ്റ് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ജീസസ് ലൈക്ക്, ജസ്റ്റ് ലൈക്ക് ജീസസ്. വാട്ട് ഈസ് ഹോളി സ്പിരിറ്റ് ലൈക്ക്? ജസ്റ്റ് ലൈക്ക് ഹോളി സ്പിരിറ്റ്. സോറി, വാട്ട് ഈസ് ഹോളി സ്പിരിറ്റ് ലൈക്ക്? ജസ്റ്റ് ലൈക്ക് ജീസസ്. ജീസസ് എങ്ങനെ ഇരിക്കുന്നു അതന്നെ ഹോളി സ്പിരിറ്റ്. നമുക്കറിയാം ദൈവം ഒന്നാണ്. ഗോഡ് ഈസ് വൺ. യോഹന്നാൻ സുവിശേഷം 14 മുതൽ 20 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, കുറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. യേശു പറയുന്ന കാര്യമാണ്. നിങ്ങളും എന്നെ കാണും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. യേശു ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം കാണുകയില്ല, പക്ഷേ നമ്മൾ കാണണം യേശുവിനെ. നമ്മൾ പരിശുദ്ധാത്മാവ് അറിഞ്ഞിരിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. Yet a little while and the world seeth me no more, but you see me. Because I live, you shall live also. നമ്മൾ ജീവിക്കും, യേശു ജീവിക്കും. യേശു ജീവിക്കുന്നതോടെ നമ്മൾ ജീവിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ജീവിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും, ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങളെന്നറിയും. ജീസസ് ഫുള്ള് പിതാവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ജീസസ് ഫുള്ളായിട്ട് ഹോളി സ്പിരിറ്റ് നിറഞ്ഞു നിൽക്കുകയാണ്. അത് തന്നെ നമ്മുടെ അനുഭവത്തിലുണ്ടാവണം. നമ്മൾ ഫുള്ളായിട്ട് പരിശുദ്ധാത്മ നിറഞ്ഞു നിൽക്കണം. നമ്മൾ പരിശുദ്ധാത്മ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. Holy Spirit is releasing out. Okay, Jesus released from the tomb. അവൻ കല്ലറ കടന്നവൻ എഴുന്നേൽക്കുവാനിടയെ 3-ാം ദിവസം. യേശു എങ്ങനെ? പരിശുദ്ധാത്മാവിൻ ശക്തിയിലാണ് യേശു കല്ലറയിൽ എഴുന്നേൽക്കുന്നത്. നമുക്കറിയാം ഗോഡ് ഈസ് എ പേഴ്സൺ. ദൈവം വ്യക്തിയാണ്. ഗോഡ് ക്രിയേറ്റഡ് us own image. ദൈവത്തിന്റെ അതേ ഇമേജിലാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏഞ്ചൽസ് ഹാവ് നോ ഇമേജസ്. ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് എന്താണ് ദൈവത്തിൻ്റെ ഒരു ഛായം കൊടുത്തിട്ടില്ല. പക്ഷെ ദൈവം നമുക്ക് സ്വന്തം ഇമേജ് തരുവാനിടയായി. ഗോഡ് ദ ഫാദർ ഇസ് എ പേഴ്സൺ. ഗോഡ് സൺ ഇസ് എ പേഴ്സൺ. ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ഇസ് എ പേഴ്സൺ. വ്യക്തിയായിട്ട് ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും ജീസസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മിനിസ്ട്രിയിൽ, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ അത് വലിയ അനുഗ്രഹമായി തീരുവാനിടയാണ്. വിത്തൗട്ട് ഹോളി സ്പിരിറ്റ് നോ റിയാലിറ്റി. എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ ഹോളി സ്പിരിറ്റ് ഇല്ലെങ്കിൽ എന്താണ്? നോ റിയാലിറ്റി. നമ്മുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ഉണ്ടാകത്തില്ല.
Without him, no son. Without him, no father. Without Holy Spirit, we cannot overcome sin or devil. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ, നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എവിടെ നോക്കിയാലും പാപമാണ്. ഇന്റർനെറ്റ് എടുത്ത പാപമാണ്, മൊബൈൽ തുറന്ന പാപമാണ്, ചാറ്റിംഗ് സ്വത്രം പാപമാണ്, പലയിടത്തും പാപമാണ്. ഈ കണ്ണുകൾ എങ്ങോട്ട് പതിപ്പിച്ചാലും പാപം മുന്നിൽ കിടക്കുകയാണ്. ടി വി തുറന്നാൽ പാപമാണ്, പോസ്റ്ററുകൾ നോക്കിയ പാപമാണ്, ന്യൂസ് പേപ്പറുകൾ വായിക്കാൻ തുടങ്ങിയ പാപമാണ്. ഇതിനകത്തെല്ലാം പാപങ്ങൾ കിടക്കുകയാണ്. ചുറ്റുപാട് പാപം കിടക്കുകയാണ്. പാപം വാതിക്കൽ തന്നെ കിടക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ആ പാപത്തിൽ നിന്ന് ജയിക്കണമെങ്കിൽ നമ്മുടെ പരിശുദ്ധാത്മ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഓവർകം ഇതാണ് സിൻ. ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഡെവിളിനെ നമുക്ക് ജയിക്കാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിലാണ് പിശാചിനോട് നമ്മൾ പോരാടേണ്ടത്. പരിശുദ്ധാത്മാവിലാണ് നമുക്ക് ആത്മയുദ്ധമുള്ളത്. പരിശുദ്ധാത്മാവിലാണ് നമുക്ക് വാറുള്ളത്. പരിശുദ്ധാത്മാവിലാണ് അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന കാലശക്തി തകർക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവിലാണ് അഗ്നിയിലാണ് അന്യരുള്ള ഡെവിളിനെ തകർക്കാൻ പറ്റുകയുള്ളൂ. ഹോളി സ്പിരിറ്റ് ചേഞ്ചിങ് അസ്, നമ്മളെ മാറ്റിയെടുക്കും. ഹോളി സ്പിരിറ്റ് എന്നെ തന്നെ ദൈവം മാറ്റിയെടുത്തു. ഹോളി സ്പിരിറ്റ്, ഞാൻ പരിശുദ്ധാത്മാവ് ഞാൻ കടന്നുറങ്ങുമ്പോൾ 1997 ഞാൻ കടന്നുറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ എഴുന്നേൽപ്പിച്ചു. ഒരു വെളുപ്പിനെ ദൈവശബ്ദം കേട്ട ശേഷം വീണ്ടും എഴുന്നേൽപ്പിച്ചു. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം എന്നെ ഫ്ലാറ്റിൻ്റെ കിച്ചണിൽ കൊണ്ടുപോയി. അവൻ അഭിഷേകത്തെ എല്ലാം നിറയ്ക്കുവാനായി ഞാൻ പെട്ടെന്ന് ചേഞ്ച്. അതുവരെ ഞാൻ മദ്യപിക്കുമായിരുന്നു. ഞാൻ വീരടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ സ്വത്രം ലോകത്തിൻ്റെതായ എല്ലാവിധ പാപത്തിൻ്റെ അടിമയായിരുന്നു. ഞാൻ സ്വത്രം ഞാനെന്ന പാപത്തിൽ നടക്കുന്ന ആളായിരുന്നു. ലോകത്തിൻ്റെ എല്ലാ ഇൻപത്തിൽ നടന്ന എന്നെ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പ്രാർത്ഥിക്കണമെന്നും, എനിക്ക് പിന്നെ വചനം ധ്യാനിക്കണമെന്നും, എനിക്ക് പിന്നെ എൻ്റെ കർത്താവിനെ പറ്റി മറ്റുള്ളവർ ഷെയർ ചെയ്യണമെന്നും, ആ വചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പാടൊക്കെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുവാനിടയായി. എനിക്കിതൊന്ന് വിട്ടുമാറാൻ സാധ്യമല്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ രുചിച്ചു പോയി. ലോകത്തെക്കാളിലും വലിയ ടേസ്റ്റാണ് യേശുക്രിസ്തുവിനുള്ള രുചി. ലോകത്തിൽ നമ്മൾ എന്തെല്ലാം വേൾഡ്ലി സുഖത്തെക്കാളിലും വലുതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. അവൻ്റെ സന്നിധിയിൽ ഇരിക്കാതെ പറഞ്ഞാൽ we cannot live yesterday's experience. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകർ ശ്രദ്ധിച്ചോണം. ഇന്നലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. കഴിഞ്ഞുപോയ മിറക്കിൾസ് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. വിത്തൗട്ട് ഫെലോഷിപ്പ് വിത്ത് ഹോളി സ്പിരിറ്റ് ഇമ്പോസിബിൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫെലോഷിപ്പിലുണ്ടെങ്കിൽ മാത്രമേ പുതിയ എക്സ്പീരിയൻസിലൂടെ, പുതിയ കാൽവെപ്പിലൂടെ നമുക്ക് നടക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ ഫേസ് ചെയ്യുന്നത് പഴയ കാര്യങ്ങളല്ല. ഓരോ ദിവസവും ലോകം മാറുന്നതനുസരിച്ച് ലോകത്തിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലോട്ട് വരുന്നതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിന് ആവശ്യമാണ്. Who is in your heart? Holy Spirit. നമ്മുടെ ഉള്ളിൽ ആരാ? പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മൾ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അവർ ബോഡി ഈസ് ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മൾ മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ടെമ്പിളാണ് നമ്മൾ. ഒരു സാധാരണ ഈ ലോകത്തിലെ ടെമ്പിള് എത്രമാത്രം ഒരു മനോഹരമായി സൂക്ഷിക്കുന്നു, എത്രമാത്രം അവർ അലങ്കരിക്കുന്നു, അതുപോലെ ദൈവം വസിക്കുന്ന നമ്മൾ ടെമ്പിൾ. പുറമേയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ പാപമില്ലാതെ, മ്ലേച്ഛതകളില്ലാതെ ആ യേശുവിന് വേണ്ടി എത്രമാത്രം ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ദൈവാത്മാവ് വസിക്കുവാൻ വിശുദ്ധിയുള്ളടത്ത് വസിക്കുന്ന ദൈവമാണ്. വിശുദ്ധീകരിക്കുമ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് ആഴങ്ങൾ ഇറങ്ങുവാനിടയാവും. അപ്പൊ ലോകത്തിന്റെ ടെമ്പിളിനേക്കാളും വലിയ ടെമ്പിളാണ് നമ്മളിലാണ് യേശു ജീവിക്കുന്നത്. Where is God? Where is Jesus? Where is Holy Spirit? എനിക്ക് പറയാനുള്ളത്, in you, in me. Where is God? In me. Where is Jesus? In me. Where is Holy Spirit? In me. Where is Holy Spirit? In you. Where is God? In you. Where is Jesus? In you. Enemy covering. Enemy coming to attack to us. But Holy Spirit covering. He is our protector.
ഒരു രാജ്യത്തിനെ മറ്റൊരു രാജ്യം ആക്രമിക്കാൻ വരുമ്പോൾ ആക്രമമേൽക്കാതെ അതിർത്തി നിൽക്കുന്ന പടയാളികള്, പട്ടാളക്കാര്, അല്ല നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് ആ ശത്രു രാജ്യത്തിൻ്റെ പടക്കോപ്പുകളെ തടയുന്നത് പോലെ പരിശുദ്ധാത്മാവാണ് പിശാചിൽ നിന്നും, എനിമി നമുക്കെതിരെ നിൽക്കുന്ന ഡെവിൾസ് പവറിൽ നിന്നും, സാത്താന്യ ശക്തികളിൽ നിന്നും ആമേൻ നമ്മളെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് ഈസ് അവർ പ്രൊട്ടക്ടർ. എഫേസ്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 27 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. Be angry and sin not, let not the sun go down upon your wrath. 27-ാം വാക്യത്തിൽ പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. Neither give place to the devil. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഉള്ളില്, നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില് പിശാചിന് ഇടം കൊടുക്കരുത്. Neither give place to the devil. അവന് കൊടുക്കരുത്, അവനിടം കൊടുക്കരുത്. Holy Spirit break our flesh, then only victory coming in our life. നമ്മുടെ ഫ്ലഷിനെ തകർത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവുള്ളൂ. നമ്മുടെ മിനിസ്ട്രിയിൽ ഒരു വിജയം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഫ്ലഷിനെ തകർക്കണം. നമ്മുടെ എന്താണ് പാരമ്പര്യം, നമ്മുടെ ഈ പൈശാചികം, നമ്മുടെ എന്താണ് ശാപങ്ങൾ പൊട്ടിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ സാധിക്കത്തുള്ളൂ. ഹോളി സ്പിരിറ്റ് ബ്രേക്ക് അവർ ഫ്ലഷ്, then only victory come in our life. പരിശുദ്ധാത്മാവ് ഹംബിൾ സ്പിരിറ്റാണ്, അഹങ്കാരമില്ലാത്തവൻ. അവൻ സമാധാനത്തിൻ്റെ രാജാവാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഹംബിൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയുള്ളൂ, ഒരു സമാധാനം കിട്ടിയുള്ളൂ. നമുക്ക് പീസ്, നമുക്ക് സമാധാനം, ദൈവസമാധാനം പരിശുദ്ധാത്മാവ് കിട്ടിയുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലാണ് സമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, കോപ്പറേറ്റ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഇൻവൈറ്റ് ഹോളി സ്പിരിറ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തോട് വിളിക്കൂ, അവൻ വരും. യേശു പറഞ്ഞാൽ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടിട്ട് തുറന്നാൽ ഞാൻ അവനോട് കൂടിയിരുന്ന് അത്താഴം കഴിക്കാം. നമ്മൾ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാൽ, യേശുവിനെ ക്ഷണിച്ചാൽ, നമ്മുടെ ജീവിതത്തോട് ക്ഷണിച്ചാൽ അവൻ കടന്നു വരുന്ന ദൈവമാണ്. സെയിം ഹോളി സ്പിരിറ്റ് അപ്പോൺ ജീസസ് അപ്പോൺ യു. പരിശുദ്ധാത്മ എങ്ങനെയായിരുന്നു യേശുവിനുണ്ടായിരുന്നത്, അതേ പരിശുദ്ധാത്മ തന്നെയാണ് നമ്മളുണ്ടാകുന്നത്. യു സ്പീക്ക് ടു കമാൻഡ് ദ മൗണ്ടൻസ്. പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ മുന്നിലുള്ള മതിലുകളെ, നിന്റെ മുന്നിലുള്ള പർവ്വതങ്ങളെ ശാസിക്കാൻ പറ്റുകയുള്ളൂ. പ്രശ്നമാകുന്ന പർവ്വതങ്ങളെ, പ്രശ്നമാകുന്ന ഘടഭാരങ്ങളെ, പ്രശ്നമാകുന്ന രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, നിന്റെ മുന്നിൽ ഘടഭാരമുണ്ടെങ്കിൽ, നിന്റെ മുന്നിൽ രോഗമുണ്ടെങ്കിൽ, നിന്റെ മുന്നിൽ പർവ്വതങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ ശാസിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാറിപ്പോട്ടെ. Jesus ministered 2 times the blind man. യേശുക്രിസ്തു 2 പ്രാവശ്യം ഒരു കണ്ണുപൊട്ടനെ ശുശ്രൂഷിക്കുവാനിടയായി. അവൻ ആദ്യം കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ അവൻ പറഞ്ഞത് മരമൊക്കെ തലകുത്തി നിൽക്കുന്നു. വീണ്ടും കർത്താവിനെ തൊട്ട് സൗഖ്യമാക്കി, തൻ്റെ കണ്ണുകൾ സൗഖ്യമാക്കി. പിന്നെ അവനോട് നോക്കാൻ പറഞ്ഞപ്പോൾ മരവെല്ലാം നേരെ നിൽക്കുന്നതായിട്ട് കണ്ടോ. ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ കേൾപ്പിച്ചു കൊടുത്തു. ചില രോഗസൗഖ്യമൊക്കെ അങ്ങനെയാണ്. യേശു വിടുതരുന്നതിനെ ഘട്ടം ഘട്ടമായിട്ട് ചിലപ്പോൾ വിടുതരും. പക്ഷേ അത് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കണം. നമ്മുടെ ഫ്ലഷ് പിശാചിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാതെ ആ ദൈവത്തിന് ആത്മാവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അതെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അവർ ഫ്ലഷ് നീഡ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മളൊരിക്കലും ഒരു ലേസിമാനാകാതെ, നമ്മൾ ഒരു ലേസിനെസ് നമ്മുടെ ജീവിതത്തിൽ വരാതെ, നമ്മൾ സ്ട്രോങ് മാനായി തരുവാൻ, പരിശുദ്ധാത്മാവിലായി തരുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ആ ജീസസ് പവർ നമ്മൾ വരട്ടെ, ഒരു ഫുൾ പവർ നമ്മൾ വരട്ടെ. നോ കോംപ്രമൈസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. നോക്കണേ, ഡേവിഡ് കിൽ ദ ലയൺ. അവൻ പരിശുദ്ധാത്മാവിനെ കൊന്നു. ഒരു സാധാരണ മനുഷ്യന് ഒരു സിംഹത്തെ കൊല്ലുവാൻ സാധ്യമാണ്? ഒരിക്കലും കൊല്ലുവാൻ സാധ്യമല്ല. അവൻ്റെ മുന്നിൽ വന്ന സിംഹത്തെ വലിച്ചു കീറി കൊല്ലണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പോലെ ഉണ്ടായിരുന്നു.
വിത്ത് ഹോളി സ്പിരിറ്റിലാണ് അവൻ സ്വത്രം എന്താണ് ഒരു ലയനെ കൊല്ലുന്നത്. ആ ശക്തി നമ്മളിലുണ്ട്. Glory to God. Praise the Lord. ജീസസ് പറഞ്ഞു, ലെറ്റ് ആ പുതപ്പ് വിടുന്നതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നു. പുതപ്പ് എന്താണ്? ഒരു ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രത്യേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് രോഗമാണെങ്കിലും നിങ്ങൾ ദൈവസ്ഥലത്ത് ഏൽപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ സൗഖ്യമാവും. ഇപ്പോൾ സൗഖ്യമായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ. ദൈവാത്മാവിനെ ദർശിക്കുന്നു. ശരീരത്ത് ഒരു മുറിവ്, അത് എന്താണ്? വലിയൊരു മുറിവ്. അത് കരിയുന്നില്ല. നിങ്ങൾ ഒരുപക്ഷെ പല ട്രീറ്റ്മെൻറ്റ് ചെയ്തതായിരിക്കും. എന്ത് രോഗമെന്ന് എനിക്കറിയത്തില്ല. ക്യാൻസർ ആണോ അതോ എന്ത് രോഗമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവം ദർശിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയോ ഒരു മുറിവ്, അത് വ്രണമായിട്ട് നിൽക്കുന്നു. അത് കരിയുന്നില്ല. നിങ്ങളതിൽ ഭാരപ്പെടുന്നു. ഒരു നിമിഷം ദൈവത്തിൻ്റെ ആത്മാവിടെ പരിവർത്തിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗാണുക്കളെ ഞാൻ ശാസിക്കുന്നു. അവിടെ സൗഖ്യം കൽപ്പിക്കുക. താങ്ക് യു ജീസസ്. കർത്താവ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആശ്വാസം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. God bless you.